Hi, hello friends. Welcome back to our channel. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ആബ്സെൻസ് നിങ്ങളുടെ പേഴ്സണെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം. ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ ആ ഒരു പേഴ്സന്റെ കൂടെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കാം ഇപ്പോൾ നിങ്ങളുള്ളത്. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് നിങ്ങളുടെ പേഴ്സണെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, നിങ്ങളുടെ ആബ്സെൻസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ എത്രമാത്രം ബാധിക്കുന്നു, അവരെ ഈ നിങ്ങളുടെ ആബ്സെൻസ് അവരെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ വളരെ സന്തോഷത്തിലാണോ, നിങ്ങൾ അവരുമായിട്ട് ഇപ്പോൾ ടച്ചിലില്ല, നിങ്ങളെ കാണുന്നില്ല, നിങ്ങളോട് കോണ്ടാക്റ്റ് ഇല്ല, ഇതൊക്കെ അവർക്ക് സന്തോഷമാണോ? ഓക്കെ, സന്തോഷമാണോ വിഷമമാണോ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ആബ്സെൻസ് നിങ്ങളുടെ പേഴ്സണെ എത്രമാത്രം ബാധിക്കുന്നു, നിങ്ങളുടെ ആബ്സെൻസ് ഈ ഒരു പേഴ്സണെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, ദ എംപ്രസ് കാർഡാണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് 9 ഓഫ് സോർഡ്സ്, ദ ഫുൾ കാർഡ് 4 ഓഫ് വാൻഡ്സ്, 7 ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്. ഓക്കെ, ഫയർ എനർജിയാണ് 3 കാർഡുകളിൽ വന്നിട്ടുള്ളത്. ഏസ് ഓഫ് കപ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 8 ഓഫ് വാൻഡ്സ്, കിങ് ഓഫ് സോർഡ്സ്, 2 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് വാൻഡ്സ്, ദ മൂൺ കാർഡ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ ആബ്സെൻസ് നിങ്ങളുടെ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാർഡുകൾ പ്രകാരം നിങ്ങളില്ലാത്തത് അവരുടെ മനസ്സിൽ വലിയൊരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് കാർഡ് ദ എംപ്രസ് കാർഡ്, അതുപോലെ തന്നെ നമുക്കിവിടെ ഏസ് ഓഫ് കപ്സിന്റെ കാർഡ്. ഇത് 2 കാർഡുകൾ. ഈ 2 കാർഡുകൾ നോക്കുമ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു ആഴത്തിലുള്ള സ്നേഹവും കരുതലും ഒക്കെ കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇല്ലാത്തയായപ്പോൾ ആ ഒരു സ്നേഹത്തിന്റെ ശാന്തതയും ഒരു സന്തോഷവും അവർക്ക് കുറവായിട്ട് തോന്നുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവരെ നിങ്ങളെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് കണ്ടത്. അവരുടെ ലൈഫിൽ അവര് ഇതുവരെയും മീറ്റ് ചെയ്യാത്ത സവിശേഷതകളുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് അവർ നിങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത്രയധികം ഒരു ഇമ്പോർട്ടൻ്റ് റോള് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഒരു പ്ലേസ് നിങ്ങൾക്ക് അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്കിവിടെ മനസ്സിലാകാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് 9 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് വരുന്ന ദ മൂൺ കാർഡ്. ഈ 2 കാർഡുകളിലൂടെ വന്നിട്ടുണ്ട്. ഇവിടെ ഇത് വളരെ ശക്തമായ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഓവർ തിങ്കിങ് ആ രീതിയിലൊക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവർക്ക് ഒത്തിരിയധികം ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറയാം. അതിനെക്കുറിച്ച് ഓർത്തിട്ട് അവർ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളില്ലാത്തത് കൊണ്ട് അവർക്ക് വളരെയധികം ഒരു ആശങ്കയും ഒരു പേടിയും ഒക്കെ കൂടുതലാണ് എന്ന് കാണുന്നു. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവർ ഓടി നിങ്ങളുടെ അടുത്തേക്കായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നൽകാനായിട്ട് പലപ്പോഴും കഴിഞ്ഞിരുന്നു. ഇനി നിങ്ങൾക്കൊരു സൊല്യൂഷൻ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ ഓടി വരാനായിട്ട് ആരുമില്ല. അവിടെ ഒരു ശൂന്യമായി കിടക്കുന്നത് അവരെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഇപ്പം അവർക്ക് പേടിയാകുന്നുണ്ട്, ഭയം തോന്നുന്നുണ്ട് അവർക്ക്. അപ്പോൾ എന്താണ് നടക്കുന്നത് എന്നൊരു ആശയക്കുഴപ്പം അവരുടെ ഉള്ളിൽ ഇപ്പോഴും
തുടരുകയാണ്. അതായത് നിങ്ങളുമായിട്ട് ഇതുപോലെ ഒരു സെപ്പറേഷനിൽ പോയോ എന്ന്, ഇതൊരു സ്വപ്നമാണോ എന്ന് വരെ അവർ ചിന്തിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർക്ക് ഉറങ്ങാനായിട്ട് ഒട്ടും തന്നെ സാധിക്കുന്നില്ല. ഈ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് അവരിങ്ങനെ അവരുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് നൈറ്റ് ഓഫ് വാൻസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഉള്ളിൽ ഇപ്പോഴും വളരെയധികം നിങ്ങളോടൊരു പാഷൻ ഉണ്ട്. നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കാണാനും വീണ്ടും നിങ്ങളുടെ അടുത്ത് വരാനും ഒക്കെ അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ച് ഈഗോ, അതുപോലെ അവരുടെ കുറച്ച് ആളുകൾക്ക് കുറച്ച് ഈഗോ ഉള്ള വ്യക്തികളാണ്. അപ്പോൾ ഞാൻ ഇനിയും വീണ്ടും തിരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഈഗോ ഹേർട്ട് ആകുമോ, അല്ലെങ്കിൽ ഞാൻ താന്നു പോകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലുള്ള പേഴ്സൺസിന്റെ എനർജി കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു കുറച്ച് ആളുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ കുറേയേറെ കാര്യങ്ങള് പ്രശ്നങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു സമയമാണിപ്പം. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ട് അവർ പിന്നോട്ടേക്കൊന്ന് മാറി നിൽക്കുന്ന എനർജി നമുക്ക് കാണാൻ പറ്റുന്നു. ഓക്കെ, ആ ഒരു രണ്ട് കാര്യങ്ങളാണ് ഒത്തിരി ആളുകൾക്ക് നമുക്കിവിടെ ഒരു പ്രശ്നമായിട്ട് ഇതിനകത്ത് കാണാനായിട്ട് വരുന്നത്. നിങ്ങളിലേക്ക് വരാനും വീണ്ടും അടുക്കാനും അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് ചെയ്യാതിരിക്കുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ്. പിന്നെ നമുക്കിവിടെ 4 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. 4 ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു ശരിക്കും ഒരു ഹോം ഫീലിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പം എവിടെ പോയാലും എങ്ങോട്ട് പോയാലും എന്ത് പ്രശ്നത്തിൽ പെട്ടാലും നമ്മൾ ഓടി വീട്ടിലെത്തിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, നമുക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ, അത് ഇവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു. ഒരു ഹോം ഫീലിംഗ് നിങ്ങൾ കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു സമാധാനവും ഒരു സ്ഥിരതയും ഇപ്പോ അതിന്റെ ഒരു അഭാവം അത് കിട്ടുന്നില്ല. അതിന്റെ ഒരു ആബ്സെൻസ് അവർക്ക് ശക്തമായിട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോ വീട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? വീടില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്, പക്ഷെ വീടില്ല. നമുക്ക് അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു വീട് പെട്ടെന്ന് ഇല്ലാതെയാവുക. അപ്പൊ ആ ഒരു ഹോംലെസ്, ആ ഒരു ഫീലിങ്സ്, ഒറ്റപ്പെട്ട അവസ്ഥ, അതൊക്കെ അവർക്കിപ്പോ ശക്തമായിട്ട് അവർ അനുഭവിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 7 ഓഫ് വാൻസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു 7 ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവരിപ്പോ വളരെ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു മോഡിലാണ് നിൽക്കുന്നത്. അവരെ തന്നെ അവർ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നു. അവരുടെ ഫീലിങ്സ് അവരെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ ഈഗോയും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ വളരെ കൂടുതലായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു പേഴ്സണിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണോ അവരുടെ ലൈഫിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറേയേറെ ബുദ്ധിമുട്ടുകളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ അവരെന്ന പേഴ്സണെ മൊത്തത്തിൽ മാറ്റിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. അവരെ തന്നെ ഡിഫെൻസ് ചെയ്ത് അവരുടെ ഉള്ളിലെ പല കാര്യങ്ങളും അവർ ഡിഫെൻസ് ചെയ്ത് ഇങ്ങനെ ഒരു ഞാൻ സ്വയമേ രക്ഷപ്പെട്ട് നിൽക്കുന്നു എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അവരെ തന്നെ ഫീലിങ്സുകളെയൊക്കെ സംരക്ഷിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി. അപ്പോൾ ഈഗോ, അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ആകുമ്പോൾ ഈഗോ എന്തായാലും സ്വാഭാവികമായിട്ട് അവിടെ വരും. പിന്നെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് പ്രൊട്ടക്ഷൻ ഒക്കെ വളരെ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സണെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ 8 ഓഫ് വാൻസിന്റെ എനർജി, ഇത് വേഗത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യത ഉള്ള ഒരു കാർഡാണ്. ഒരു അൺഎക്സ്പെക്റ്റഡ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വരാനായിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളെ കാണാനൊക്കെ ഈ ഒരു പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്ന എനർജീസും കൂടെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവർ ആ ഒരു ഈഗോയും ഒരു സെൽഫ് പ്രൊട്ടക്ഷനും കൊണ്ട് 7 ഓഫ് വാൻസിന്റെ കാർഡ് കൊണ്ട് ഇവരുടെ ഒരു ഫീലിങ്സുകളെല്ലാം അവർ കൺട്രോൾ ചെയ്ത് പിടിക്കുന്നുണ്ടെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ ആ ഒരു കാര്യത്തിന് ഒരു അർജ് ഉണ്ടാകും. എനിക്ക് മുന്നോട്ടേക്ക് ഇനി പോകാൻ വയ്യ എന്നൊരവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അവരിൽ നിന്നൊരു കോള്, ഒരു മെസ്സേജ് ഒക്കെ വരാനുള്ള സാധ്യത നമ്മളിവിടെ കാണുന്നുണ്ട്. അതാണ് നമുക്കിവിടെ 8 ഓഫ് വാൻസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ 2 ഓഫ് സോർട്സ്. ഈ ഒരു 2 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവര് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ്. അവരുടെ ഒരു പ്രാക്ടിക്കൽ വശവും അതുപോലെ തന്നെ ഫീലിങ്സുകളുള്ള ആ മനസ്സിന്റെ ഒരു ഇമോഷണൽ വശവും തമ്മിൽ ഉള്ള സംഘർഷം നടക്കുകയാണ്. എന്ത് വേണം എന്ന് അവർക്ക് ഇതുവരെയും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു തീരുമാനത്തിൽ എത്താതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്കിവിടെ ലാസ്റ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂണിന്റെ ഒരു കാർഡ്, അതുപോലെ നമ്മൾ പറയാത്ത ഒരു കാർഡാണ് ദ ഫുൾ കാർഡ്. ഈ ഒരു 2 കാർഡ് എടുക്കുമ്പോൾ
ഇതൊരു വലിയ ഒരു ടേണിംഗ് പോയിന്റിന്റെ ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലും, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇതൊരു വലിയ ടേണിംഗ് പോയിന്റിന്റെ ഒരു സമയമാണ്. അതായത് വിധി വീണ്ടും നിങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു തുടക്കം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. പക്ഷെ അത് അവരുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് എപ്പോഴും ഇരിക്കുക എന്നുള്ളൊരു കാര്യവും ഓർമ്മിക്കുക. ഓക്കെ, അതാണ് നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂണും ഫുൾ കാർഡും പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഞാൻ എന്ത് ചെയ്യണം എന്ന യൂണിവേഴ്സിനോട് നമുക്കൊരു ഗൈഡൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സെയിം റീഡിങ് പ്രകാരം നമുക്ക് കിട്ടുന്നത്, ഫസ്റ്റ് തന്നെ നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് കാമായിട്ട് ഇരിക്കാനാണ്. അതായത് കാമായിട്ട് ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾ ഒത്തിരി ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യാതെ നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യണം. നിങ്ങളുടെ പീസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരെ ചേസ് ചെയ്യരുത്. നിങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആ ഒരു പേഴ്സണെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ കൺഫ്യൂഷൻസ് കൂടി പോവുകയുള്ളൂ. അവർക്കൊരു സ്പേസ് കൊടുക്കുക എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ വരും. നമ്മളോട് പറഞ്ഞല്ലോ 8 ഓഫ് വാൻഡ്സിന്റെ കാർഡ് ഉള്ളത് കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരും. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ വളരെ ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാതിരിക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ നല്ല മാന്യമായ രീതിയിൽ, ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. 8 ഓഫ് വാൻഡ്സ് കാണിക്കുന്ന പോലെ അവർ റീച്ച് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈഗോ ഇല്ലാതെ ഒരു കാമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക. അതുപോലെ തന്നെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ വാല്യൂ ആ ഒരു പേഴ്സണ് മനസ്സിലാകുകയുള്ളൂ. അപ്പം എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. എല്ലാം ശരിയാണ്, അവർ പറയുന്ന എല്ലാം ശരിയാണ് എന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെൽഫ് ഗ്രോത്ത് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് സെൽഫ് ലവ്, അതുപോലെ സെൽഫ് ഗ്രോത്ത്, കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നിങ്ങളുടെ ലൈഫിൽ പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. എന്തായാലും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സമയം കളയാതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാൻ യൂണിവേഴ്സ് നമുക്കിവിടെ ഗൈഡൻസ് തരുന്നുണ്ട്. പിന്നെ ഫൈനൽ അഡ്വൈസ് വരികയാണെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, എങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ അവർക്ക് നിങ്ങളെ ലൂസ് ചെയ്യുന്നു എന്നൊരു റിയലൈസേഷൻ വരും. അതായത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കൊരു പ്രശ്നമില്ല എന്ന രീതിയിൽ നിൽക്കുമ്പോൾ അവർക്ക് എനിക്ക് ഈ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുകയാണ്, ഇതാണ് എൻ്റെ ലാസ്റ്റ് ചാൻസ് എന്നൊരു റിയലൈസേഷൻ അവർക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റിലെത്തിക്കുകയും പുതിയൊരു തുടക്കത്തിനുള്ളൊരു ചാൻസസും നമ്മളിവിടെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്തെ സെപ്പറേഷൻ ടൈമിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഒന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും സോൾ മെസ്സേജസ് ഉണ്ടോ? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദ ഓൺലി തിങ് ഐ വാണ്ട് ടു ബി ആൻ എക്സ്പേർട്ട് ദാറ്റ് ഈസ് ലവിങ്. ഓക്കെ, ഈ ലൈഫിൽ അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സ്നേഹിക്കുക എന്ന ഒരു കാര്യത്തിൽ വളരെ എക്സ്പേർട്ട് ആവുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ഒത്തിരി ഒരു എക്സ്പേർട്ടിനെ പോലെ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഐ കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ട് അവർക്ക് ഒരിക്കലും കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, യു ആർ ദ ലൈറ്റ് ദാറ്റ് ബ്രൈറ്റൻ മൈ ഡാർക്കസ്റ്റ് ഡേയ്സ്. ഓക്കെ, അവരുടെ ഏറ്റവും ഇരുട്ട് നിറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളാകുന്ന വെളിച്ചമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം അവർ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ലവിങ് യു ഫീൽസ് ലൈക്ക് കമ്മിങ് ഹോം. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിലേക്ക് തിരികെ വരുന്ന ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഫീലിങ്സ് അത് നമുക്ക് റീഡിങ്ങിൽ കിട്ടിയ ഒരു കാര്യം തന്നെയാണ്. അത് വീണ്ടും നമുക്ക് സോൾ മെസ്സേജസിൽ കിട്ടിയിട്ടുണ്ട്. ഐ ഡിഡ് നോട്ട് റിയലൈസ്ഡ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, ഞാൻ മുന്നേ മനസ്സിലാക്കിയിരുന്നില്ല ഈ ഒരു സ്നേഹം, നിന്നോടുള്ള ഈ ഒരു സ്നേഹം
ഇത്രയും ആഴത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്നൊരു പേഴ്സൺ പറയുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അത് നമുക്ക് റീഡിങ് കിട്ടിയിട്ടുള്ളതാണ്. ടൈമിങ് കറക്റ്റ് അല്ല, അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. ഗീവ് മീ അതർ ചാൻസ്. ഓക്കെ, എനിക്ക് ഒരു ചാൻസും കൂടി തരണം എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, ഐ നോ ഐ ഹേർട്ട് യു. ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. കൈൻഡ്നെസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടെക്പരമായ കാര്യങ്ങളൊക്കെ ഒത്തിരി താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 40 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1979. അതുപോലെ മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. 2023 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നു. നമ്പർ 22 കിട്ടുന്നുണ്ട്. നമ്പർ 8, 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ജൂൺ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ G, ട്രൂ ലവ്. നമ്പർ 44, നമ്പർ 33, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 39, ലെറ്റർ Y. നമ്പർ 45, ലെറ്റർ A. നമ്പർ 36, ലെറ്റർ H. നമ്പർ 35, റൈഡർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്. 1976, 1977, നമ്പർ 6, ഈഗോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.